കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വൻ ദുരന്തത്തിന് വഴിവെക്കുന്നതായി പരാതി. വഴിയോരങ്ങളിലെ കൂറ്റൻ മൺതിട്ടകൾക്ക് മുകളിലും സമീപത്തുമായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85ന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പരാതിയുമായി നിരവധി കുടുംബങ്ങളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ദേശീയപാതയുടെ ഭാഗമായ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള പാതയോരത്തെ കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. വഴിയോരങ്ങളിലെ കൂറ്റൻ മൺതിട്ടകൾക്ക് മുകളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് കടുത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. മഴ ശക്തമാകുന്നതോടെ എപ്പോൾ വേണമെങ്കിലും മൺതിട്ടകൾ ഇടിഞ്ഞു വീഴാമെന്ന അവസ്ഥയാണ്. പല കുടുംബങ്ങളും രാത്രികാലങ്ങളിൽ ഭയത്തോടെയാണ് കിടന്നുറങ്ങുന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ വൻ അപാകതകളാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. സുരക്ഷിതമായ പാറയുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ മൺതിട്ടകളുള്ള മേഖലകളിൽ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടത്തുന്നത്. ചിലയിടങ്ങളിൽ മൺതിട്ടകൾ വിണ്ടുകീറിയ നിലയിലാണ്. മൺതിട്ടയുടെ മുകളിൽ നിൽക്കുന്ന വൻമരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. പാറയുള്ളിടത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, മണ്ണുള്ളിടത്ത് മണ്ണിടിയുന്ന ഭാഗത്ത് കൊണ്ട് ഈ ചെറിയ പോള പോലെ ഒന്ന് ചാരിയും വെച്ചിട്ട് അത് തീർത്തിട്ടുമില്ല. അതുപോലെ റോഡിൽ ചെന്ന് നീക്കിയിട്ട് തരാൻ പറഞ്ഞു, അവരതും ചെയ്തു തന്നിട്ടില്ല. അതുപോലെ പകുതിയാക്കി വെച്ചേക്കും, ആ ബാക്കി പണിയാനും പറ്റില്ല. അവരോട് പറയുമ്പോൾ അവർ ഹിന്ദിക്കാരാ സൂപ്പർവൈസർമാര്, മലയാളികളെ ഒറ്റ എണ്ണത്തിനെ കാണുന്നില്ല. അവിടെ വാ, ഇവിടെ വരാൻ പറ്റും, അവിടെ ചെല്ലുമ്പോൾ നമ്മളാരെയും കാണാറില്ല. അതുപോലെ പാറയുള്ളിടത്ത് അവർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണം. മണ്ണ് ശരിക്കും ഇടിയുന്ന സ്ഥലമാണ്. ഇവിടെ വല കെട്ടി തരാമെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് പോയത്. ശരിക്കും പറഞ്ഞ രാത്രി ഇവിടെ കിടക്കുമ്പോൾ ഭയങ്കര പേടിയായി. സ്കൂട്ടി പോലും മുറ്റത്ത് കയറി വരില്ല. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ എടുത്തുകൊണ്ട് വേണം ഇറങ്ങിപ്പോവാൻ. ആ സൈഡാണെങ്കിൽ ഒരു കാരണവശാലും പണിതെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ വെച്ചേനെ. അവരോട് നീക്കി തരാൻ പറഞ്ഞിട്ട് അതും ചെയ്തു തന്നിട്ടില്ല. അങ്ങനെ മൊത്തം പ്രശ്നമാണ്. അവർ വഴിയെല്ലാം നേരാൻ പറഞ്ഞൊന്നും ചെയ്തു തന്നായിരുന്നെങ്കിൽ ഒന്ന് വലിയടത്ത് വണ്ടിയെല്ലാം ഒന്ന് കയറി വരുമായിരുന്നു. 2025 അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മഴയെ തുടർന്ന് ലക്ഷം വീട് ഭാഗത്തിന് സമീപം ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് പതിച്ചിരുന്നു. ഇത് നേരിയ തോതിൽ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ഇടവരുത്തി. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.